കർണാടകയിലെ കോൺഗ്രസിന് പുതുവർഷ സമ്മാനമായി വലിയൊരു വിജയം സമ്മാനിച്ചിരിക്കുകയാണ് ജനങ്ങൾ. അങ്ങനെ കോൺഗ്രസിൻ്റെ തറവാടായി കർണാടക വീണ്ടും മാറുകയാണ്. സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും പൂർണ്ണാധിപത്യം നേടിയിരിക്കുകയാണ്. യാദഗിരി ജില്ലയിലെ പുതുതായി രൂപം കൊണ്ട ഹുനാസാഗി ടൗൺ പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും എതിരില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. അതായത് ഗ്രാമപഞ്ചായത്തായിരുന്ന ഹുനാസാഗി 2018 മുനിസിപ്പാലിറ്റിക്ക് സമാനമായി ഉയർത്തിയതിനു ശേഷം ആ ടൗൺ പഞ്ചായത്തിലെ 16 വാർഡുകളിലേക്കുള്ള കന്നി തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നത്. ആ കന്നി തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിന് 16-ൽ 14 സീറ്റും BJPക്ക് 2 സീറ്റും മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണത്തെ ടൗൺ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരിലും സ്വാധീനം ചെലുത്തിയതായി പൊതുവെ അഭിപ്രായപ്പെടുന്നു. BJPക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്ന പല പ്രദേശങ്ങളും കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സിദ്ധാരാമയ്യ സർക്കാർ നടപ്പിലാക്കിയ 5 വാഗ്ദാനങ്ങൾ കർണാടകയെ കോൺഗ്രസിൻ്റെ കോട്ടയാക്കി മാറ്റിയിരിക്കുന്നു. സ്ത്രീകൾക്ക് മാസം തോറും 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയും സൗജന്യ ബസ് യാത്രയുമൊക്കെ സ്ത്രീകളെ മുഴുവൻ കോൺഗ്രസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വരെ അഭിപ്രായപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഹുനാസഗിയിലെ നിയമസഭാംഗം രാജ വെങ്കടപ്പ നായിക്കും മുൻ MLA നരസിംഹ നായിക്കും അഭിമാനകരമായ നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയും വോട്ടർമാർക്കിടയിലെ വ്യക്തിപ്രഭാവവും കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുകയും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രചരണം നടത്തുകയും ചെയ്തു ഈ നേതാക്കൾ. 13 സീറ്റുകൾ നേടുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ ഒരു സ്ഥാനാർത്ഥിയെ കൂടി തന്ന് വോട്ടർമാർ തങ്ങളെ അനുഗ്രഹിച്ചുവെന്നും നേതാക്കൾ പറയുന്നു. അങ്ങനെ ആകെയുള്ള 16-ൽ 14 സീറ്റുകളും കിട്ടിയിരിക്കുന്നു. MLAയുടെ നിർദ്ദേശങ്ങൾക്കൊപ്പം ടൗൺ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ടൗണിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പ്രാദേശിക നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കർണാടകയിലുടനീളം DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെയുണ്ടാകുന്ന ഈ വിജയം വലിയ ആവേശമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കർണാടകയിൽ നൽകിയിരിക്കുന്നത്.